Allahu 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 Allah Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. ദർസുൽ മിഷ്കാത്ത്. മിഷ്കാത്ത് എന്ന കിതാബിന്റെ ഹദീസുകൾ ചർച്ച ചെയ്യുന്ന ദർസ് ഭാഗം 8. കിതാബ് ഹദീസ് നമ്പർ 30. وعن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم خرج يوما. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പുറപ്പെട്ടു. യൗമൻ എന്നാൽ ഒരിക്കൽ എന്നർത്ഥം. ഇവിടെ വനഹ്നു മഅഹു, ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായി. ഇതിന്റെ മുമ്പ് കഴിഞ്ഞ പാഠത്തിൽ നാം ചർച്ച ചെയ്തത്, ഒരാൾക്ക് ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ ആവശ്യമായതിനപ്പുറം വീടുകൾ നിർമ്മിക്കാൻ പാടില്ല എന്നതാണ്. ഏത് വിഷയത്തിലും ഇസ്രാഫുണ്ട്, അമിതമാക്കൽ. അങ്ങനെയുള്ള ഒരു വിരോധനയാണ് ഈ വിഷയത്തിൽ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ആവശ്യത്തിന്റെ അപ്പുറം എന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ ഇസ്രാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വീട്, അതിലും അപ്പുറം വെറുതെ കിടക്കുന്ന വീടുണ്ടാവരുത്. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. വനഹ്നു മഅഹു, ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഫറആ ഖുബ്ബത്തൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുബ്ബയെ കണ്ടു. എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള ഒരു കെട്ടിടം, ഒരു വീട് ഒരാൾ ഉണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മുശറഫത്തൻ, ഉയരത്തിൽ നിർമ്മിച്ചൊരു വീട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അദിഹി, എന്താണത്? ഖാല അസ്ഹാബു ആദീലി ഫുലാനി റജുലുൻ മിനൽ അൻസാർ, ഇത് ഇന്നാലിന്ന അൻസാറുകളിൽപ്പെട്ട പുരുഷനിക്കുള്ള വീടാണ്. ഫസക്കത്ത, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. വഹമലഹാ ഫീ നഫ്സിഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ വെക്കുകയും ചെയ്തു. മനസ്സിൽ വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രതികരിച്ചില്ല എന്നർത്ഥം. പിന്നീട് കുറെ സമയങ്ങൾക്ക് ശേഷം ആ വലിയ വീടുണ്ടാക്കിയ ആ വീട്ടിന്റെ ഉടമസ്ഥൻ വന്നപ്പോൾ ഫസല്ലമ അലൈഹി ഫിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ആ മനുഷ്യൻ വന്നുകൊണ്ട് സലാം പറഞ്ഞു. ഫഅറള അൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. സ്വനഅ ദാലിക മിറാറൻ, പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു. ഹത്താ അറഫ റജുലുൽ ഗളബ ഫീഹി, അങ്ങനെ ആ മനുഷ്യനിക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വീട് നിർമ്മിച്ച കാര്യത്തിൽ മറ്റോ എന്നോട് ദേഷ്യമുണ്ട്, എന്തോ ഒരു ദേഷ്യം മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി.
അപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു, വഖാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅൻകറു റസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനിക്ക് എന്നോടൊരു വെറുപ്പുള്ളതായിട്ട് ഞാൻ കാണുന്നു. അള്ളാഹനെ തന്നെ സത്യം. ഖാലു, അവർ പറഞ്ഞു, ഖറജ, ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഫറആ ഖുബ്ബതക, അപ്പോൾ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഈ കുബ്ബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അത് കാരണമായിരിക്കാം നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ പുരുഷൻ അദ്ദേഹം നിർമ്മിച്ച വലിയ കെട്ടിടത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അതിനെ നശിപ്പിച്ചു. JCB കൊടുന്ന് പണിയിച്ചു. അതിനെ ഭൂമിന്റെ ഒപ്പാക്കി നിരപ്പാക്കി. മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫലം യറഹ, ബിൽഡിംഗ് കാണുന്നില്ല. ചോദിച്ചു, ഇവിടെ നല്ലൊരു വലിയ കെട്ടിടം ഉണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്തു? സഹാബാക്കൾ പറഞ്ഞു, ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ നിങ്ങൾ അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്ന വിവരം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ആ ബിൽഡിങ്ങിന്റെ കാരണമായിരിക്കും അത് എന്ന്. അതറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ബിൽഡിങ് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന കുല്ല ബിനാഇൻ വബാലിഗ്, ഇന്ന കുല്ല ബിനാഇൻ, എല്ലാ കെട്ടിടങ്ങളും ആവശ്യത്തിനപ്പുറം തഫാഖുറിന് വേണ്ടി, പവറിന് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി നിർമ്മിക്കുന്ന പള്ളിയും മദ്രസയും ഒന്നും അല്ലാത്ത, പൊതുസ്ഥാപനങ്ങളല്ലാത്ത മറ്റുള്ള എല്ലാ ബിൽഡിങ്ങുകളും വബാലുൻ, അതൊരു ഭാരമായിരിക്കും അത് നിർമ്മിച്ചവന്റെ മേലിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ മാ ലാ, ഇല്ലാ മാ ലാ, രണ്ട് പ്രാവശ്യം പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ മാ, ഒരു കെട്ടിടം ഒഴികെ. ലാ ബുദ്ദ മിൻഹു എന്നാണ് ലാ എന്ന് പറഞ്ഞാൽ, കൂടാതെ കഴിയാത്ത ഒരു കെട്ടിടം ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിലൂടെ വിവരിക്കുന്നത്, നാം വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ആവശ്യം കണ്ട് ആണ് വീട് നിർമ്മിക്കേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇതിന്റെ മുമ്പത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെയും വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.